അത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത്. ഇന്നലെ ഒരു പ്രസംഗം കാണാനിടയായി നമ്മുടെ സുരേഷ് ഗോപിയുടെ തന്നെ. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നു. അയാൾ ഒരു നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഈ അടുത്ത സമയത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇന്നലെ ഒരു കാര്യം കാണാനിടയായി. നമ്മുടെ അമ്മ സംഘടനയുടെ ഒരു ചെറിയ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ പാവങ്ങൾക്ക് വേണ്ടി 1,65,000 രൂപയോളം അവർ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ, ജഗദീഷ്, ബേസിൽ ജോസഫൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണാനിടയായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം അവസാനം അദ്ദേഹം പറയുന്നുണ്ട്. അറിയാലോ, ഈ സംഘടനയെ തകർക്കാൻ നോക്കുന്ന കുറേ ആൾക്കാരുകളുണ്ട്. പിന്നെ ഒരു സംഘടന എങ്ങനെ കൊണ്ടുപോകണം, അതിൽ തന്നെ പല പ്രശ്നങ്ങളും അറിയാലോ. ഒരു കുടുംബമാകുമ്പോൾ ചട്ടി കലകുമ്പോൾ തട്ടി മുട്ടി ഒക്കെ ഇരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ അമ്മ സംഘടനയുടെ കാര്യം. അത് തകർക്കാൻ പുതിയൊരു ടീം വന്നിട്ടുണ്ട്. ഈ അപ്പം കാണുന്നവനെ അപ്പ എന്ന് പറയുന്ന പോലെ. ഞാൻ വീഡിയോ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു ട്രോള്. ആ ട്രോളിൻ്റെ പോസ്റ്റ് ഞാൻ വെച്ച് തരാം. പിന്നെ അവരുടെയൊക്കെ ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത്. നമ്മളെ വീഡിയോ കാണാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റും ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ട്രോളിലോട്ട് പോവാം. താരസംഘടനയെ അമ്മ എന്ന് വിളിക്കരുത്, AMMA എന്ന് വേണം വിളിക്കാൻ. പാർവതി ആയിക്കോട്ടെ, ആ കൊച്ചിൻ്റെ ഇഷ്ടം പോലെ. ഇന്നലെ സുരേഷ് ഗോപി ഒരു കാര്യം വന്നിട്ട് പറഞ്ഞായിരുന്നു. ഈ സംഘടനയ്ക്ക് അമ്മ എന്ന പേരിട്ടത് നടൻ മുരളിയാണ്, നമ്മുടെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെ ഉച്ചരിക്കപ്പെടേണ്ടത്. അതിനെ കുത്തും കോമയിട്ട് മാറ്റാൻ ആർക്കും സാധ്യകരമല്ല. അതവരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, ഞങ്ങളുടെ അമ്മയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ട്രോളിൽ നമ്മളിപ്പോൾ ഞാൻ പറയുമ്പോൾ അതൊരു സുഖം കാണത്തില്ല. പക്ഷേ ഈ എഴുതിയേക്കുന്ന പോലല്ല സത്യത്തിൽ സുരേഷ് ഗോപി അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് നമ്മുടെ പാർവതി പറഞ്ഞ കാര്യങ്ങളൊന്ന് വെച്ച് തരാം. എന്ത്, അമ്മ സംഘടനയുടെ കാര്യം ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് അണ്ണൻ്റെ ഈ ഒരു ഡയലോഗ് ചില അവന്മാർക്കിട്ട് കൊട്ടിയതാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അവൾമാർക്കിട്ട് കൊട്ടിയതാണെന്ന്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ പാർവതി ചേച്ചി പറയുന്നത്. ഇതൊരു ഒരു കൂട്ടായ്മേനെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു സാർ. എനിക്കത് AMMA ആണ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഒരു അസോസിയേഷൻ ആണ്, ഒരു ക്ലബ്ബല്ല, ഒരു കുടുംബമല്ല. അതെ, ഒരു ക്ലബ്ബല്ല, ഒരു കുടുംബമല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ചേച്ചി പറഞ്ഞതായിക്കോട്ടെ. എന്തായാലും നമുക്ക് അണ്ണൻ്റെ ഒരു വീഡിയോ വെച്ചാൽ നമ്മുടെ ഈ സന്തോഷ കൂട്ടായ്മയ്ക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. എനിക്ക് മുമ്പ് മോഹൻലാൽ ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം തന്നെ മോഹൻലാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാഗ്ദാനം തരുമെന്ന് ഞാൻ മോഹിച്ചു പോയി. പക്ഷേ അത് അതിമോഹമാണ് മോനെ എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത്. ഞങ്ങൾ ഇപ്പോഴും മോഹിക്കുന്നു. ശ്രീ മോഹൻലാലിൻ്റെയും ഒരുപക്ഷെ 6 മാസം മുമ്പ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തി ജയിപ്പിച്ചെടുത്ത ഒരു സംഘം ഇവിടെ നിന്ന് ഒരു വെറും വാക്ക് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ ഒരുപക്ഷെ ഒരു ലോകത്തെ പുതുതായി നമ്മുടെ വീഴ്ചയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നെങ്കിൽ ആ ലോകത്തോട് മറുപടി പറയാനുള്ള ഒത്തുചേരലായി നിങ്ങളെല്ലാവരും തിരിച്ച് ഇവിടെ വന്ന് ഈ സംഘത്തെ നയിക്കണം എന്നത് ഒരു അപേക്ഷയല്ല, ഒരാജ്ഞയായിട്ട് തന്നെ എടുക്കണമെന്ന് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇതൊരാജ്ഞയാണ്. ഞാൻ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ അവിടെ പ്രസംഗിച്ചത് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്, ഇനി ആരെങ്കിലും ഇത് നോക്കിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവന്മാരെ കുത്തിന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇതിന്റെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല, കാരണം അതിനുള്ള രംഗം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പുതുതായി ആരെങ്കിലുമൊക്കെ വേണോ? ലാലിപ്പ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരും കൂടി വന്നോട്ടെ. പക്ഷേ ഇതിന് തഴക്കവും പഴക്കവും ചെന്ന ലോകത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ വിരിമാറ് കാട്ടി വിറപ്പിച്ച് നിർത്താൻ കഴിയുന്ന കുറച്ച് ആൾക്കാരും കൂടി ഇതിന്റെ മുൻനിരയിൽ ഉണ്ടാവണം. കുട്ടികളൊക്കെ അത് കണ്ട് പഠിക്കട്ടെ, അവർ പിന്നീട് ഈ സ്ഥാനം ഏറ്റെടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ. കുട്ടികൾ കണ്ടൊക്കെ ഇതൊക്കെ പഠിക്കട്ടെ. ആരോ കുത്തി സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ പോയിന്റ് ഇപ്പോഴും എത്തിയിട്ടില്ല. നമുക്ക് പോയിന്റിലോട്ട് പോവാം. ഇന്നത്തെ ഈ സംഘം ചേരലിന് നമുക്ക് ഒരുപാട്, ഇപ്പൊ ലാലു തന്നെ പറഞ്ഞു, മരുന്ന് വാങ്ങാൻ വേണ്ടി ഈ കാശ് മോഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇല്ലാതാവണേ എന്ന്, ഒരു അസുഖവും ആർക്കും വരാതിരിക്കണേ എന്നാണ് ആ പ്രാർത്ഥന. അതിന് പല മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ ചില മുദ്രകളായിട്ട് ഇവിടെ ഗെയിംസും സ്പോർട്സും എന്റർടൈൻമെന്റും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ പേരിൽ നമുക്ക് സമാഹരിക്കാൻ, നമുക്കല്ല, ഇവിടുത്തെ ഈ ഹാൻഡ് ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്ന ചുണക്കുട്ടന്മാർക്കും കുട്ടികൾക്കും സാധിച്ചിരിക്കുന്നത് 1,62,00,000 രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ഹൃദ്യമായ പ്രവർത്തനം അവർക്ക് സംഘടനയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ സാധിച്ചുവെങ്കിൽ
നമ്മളൊക്കെ ആ ഹൃദ്യതയ്ക്ക് കൊടുക്കുന്ന, അതിന് വണങ്ങുന്നതിന് തുല്യമായിരിക്കും. എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം. 1998 ശേഷം ഈ സംഘടനയിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രമാണ് ഞാൻ 3 തവണയാണ് ഇന്നസെന്റ് ഏട്ടൻ വിളിച്ച് പറഞ്ഞ്, ഏഷ്യാനെറ്റിലെ ശ്രീ മാധവൻ വിളിച്ച് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഐക്യദാർഢ്യം ഞാൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോ പശ്ചാത്താപമൊന്നുമില്ല. പക്ഷെ മുന്നോട്ടുള്ള വഴിയിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഉണ്ടെന്ന് മാത്രം ഇവിടെ നിന്ന് അറിയിച്ചുകൊണ്ട് എല്ലാം നന്നായിട്ട് മംഗളമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം. ഒരു അപേക്ഷയും കൂടിയുണ്ട്. ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ്, നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ്. എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരെ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിലാണ് അടിച്ചണ്ണാക്കി കൊടുത്തെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ അടിപോലത്തെ മറുപടി അദ്ദേഹം കൊടുത്ത. ഇച്ചിരി ഷോ ഓഫ് ഉണ്ടായിരുന്നു. കാരണം അവർ പറയുന്നതാണ് എല്ലാം ശരി. ഈ അടുത്ത സമയത്ത് തന്നെ എന്തിന് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു? എന്തിന്? ഇപ്പം ഈ അടുത്ത് നയൻതാരയുടെ ഒരു പ്രശ്നം വന്ന സമയത്ത് നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ, എങ്ങനെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആയി? അതും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. എന്തായാലും ലാലേട്ടനെ അന്ന് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. Superstardom doesn't give anything to anybody. What's your take It's on a this waste of term, time. Superstar? I don't understand it. അതുകൊണ്ട് ഇപ്പോൾ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് എ സൂപ്പർ സ്റ്റാർ മീൻസ്. ഇഫ് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത്, ഇമേജ് ആണോ, താരാരാധന മൂത്ത് ഭ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല. പക്ഷേ എന്നെ ഇഫ് കോൾ മീ ലൈക്ക് സൂപ്പർ ആക്ടർ ഐ വിൽ ബി ഹാപ്പി ബിക്കോസ് യു നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സ്റ്റാർ. Mention 3 super actors in Malayalam. We have Fahad. ഉറങ്ങിയോ? ഇല്ല. I think Asif. Okay. Rima. I would say these 3 at this point. ഈ സൂപ്പർ സ്റ്റാർ കൊണ്ട് വിളിച്ചിട്ട് എന്ത് കിട്ടാനാ? അരി വാങ്ങിക്കാൻ പറ്റുമോ? കഞ്ഞി മേടിക്കാൻ പറ്റുമോ? അതേ പാർവതി തന്നെ നയൻതാരയുടെ വിഷയം വന്നപ്പോൾ പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കണം. എന്തിനോ വേണ്ടി വെട്ടിത്തിളയ്ക്കുന്ന സാമ്പാർ. എന്തായാലും നമുക്ക് ആ സാമ്പാറിൻ്റെ ഇളക്കലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നയൻതാരയ്ക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പാർവതിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത്ര ഒരു നിലപാടിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അത്ര ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇറ്റ്സ് ഒരു ലോങ് ഡ്യൂ പ്രോസസ് ഒന്നും ആയിരുന്നില്ല. I saw her post and I think immediately I felt like sharing it because ഒരു വ്യക്തിക്ക്, അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ, സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻതാരയ്ക്ക് ഇങ്ങനെയൊരു 3 പേജ് ഓപ്പൺ ലെറ്റർ എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, ഐ നോ ഹർ ബട്ട് നമ്മളെല്ലാവർക്കും അറിയാം ഷീ ഈസ് നോട്ട് സമ്മൺ ഹു ഗിവ്സ് ഇൻ്റർവ്യൂസ്. അങ്ങനെ വെറുതെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയില്ല. സോ ഇഫ് സംബഡി ഈസ് റിട്ടൺ 3 പേജിൽ അവർ അണ്ടർഗോ ചെയ്ത വിഷമങ്ങൾ എന്താണ്, അതുകൊണ്ടാണല്ലോ അതിന് ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത്. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഷീ വിൽ ഡൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് ടു സപ്പോർട്ട് ഹർ ബിക്കോസ് ദാറ്റ്സ് എ റിയൽ ഇഷ്യൂ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ത്രൂ ആൻഡ് ഐ സപ്പോർട്ട് ഹർ ഇൻ ദാറ്റ്. പക്ഷേ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടാണ് ഫുൾ സപ്പോർട്ട് എന്നൊന്നുമല്ല. ഐ തിങ്ക് എവ്രിബഡി ഹു സപ്പോർട്ടഡ്. നിങ്ങളതിനെ ആലോചിച്ച് നോക്ക്, ഇവർക്ക് ഒരു സ്റ്റാൻഡില്ല. എന്തുവാ പറയുന്നതെന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല. ചുമ്മാ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം ആൾക്കാർ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റിയാക്ഷൻസ് വീഡിയോസൊക്കെ ചെയ്യുന്ന നമുക്കിതൊക്കെ ഇവരുടെയൊക്കെ വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവരൊരു കാര്യം പറഞ്ഞാൽ അന്ന് എന്ത് പറഞ്ഞതും ഇന്ന് എന്ത് പറഞ്ഞതും ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും പാർവതിയുടെ ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. A.M.M.A അതിനുള്ള മറുപടി സുരേഷ് ഗോപി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമില്ല. പുള്ളി ഇവിടെ ഈ അടുത്ത സമയത്ത് കാണിക്കുന്നത് സംസാര രീതികൾ. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ടുതരാം, ഇയാൾക്ക് കയ്യെ കൊടുക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. ഈ ഒരു 2 വീക്സ് മുമ്പേ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനി അതെല്ലാം ക്ലിയർ ചെയ്ത് നല്ല പക്കയായിട്ട് നിങ്ങളുടെ മുമ്പ് ഞാൻ എത്തിയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.